ഇരുണ്ട ആകാശം. ഇംഗ്ലണ്ടിലെ സാലിസ്ബറി നഗരത്തിനു മുകളിൽ മഞ്ഞുരുകി വീഴുന്നു. CCTV ക്യാമറകളുടെ നീല വെളിച്ചം വിജനമായ തെരുവുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരും കാണാതെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ഇറങ്ങിവന്ന 2 നിഴലുകൾ വിമാനമിറങ്ങി. അവർ കൊണ്ടുവന്നത് സുഗന്ധമല്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന മരണത്തിന്റെ ഗന്ധമായിരുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായ ബ്രിട്ടൻ ഒരു കൊടും വിഷത്തിന്റെ പിടിയിൽ അമരാൻ പോകുകയാണെന്ന് ആരും അറിഞ്ഞില്ല. ഒരൊറ്റുകാരനെ തേടി ക്രെംലിനിലെ കൊട്ടാരങ്ങളിൽ നിന്നും അയച്ച മരണവാറണ്ട് ഒരു പെർഫ്യൂം കുപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഇത് സാലിസ്ബറി. ഇത് ചാരപ്പണിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഓപ്പറേഷൻ നോവിചോക്ക്. റഷ്യയുടെ സൈനിക ഇന്റലിജൻസ് വിഭാഗമായ GRU. അവിടെ നിന്നാണ് സെർജി സ്ക്രിപാൽ എന്ന കേണൽ വളർന്നുവന്നത്. റഷ്യയുടെ ഓരോ രഹസ്യവും അദ്ദേഹത്തിന് മനഃപാഠമായിരുന്നു. എന്നാൽ 90കളുടെ മധ്യത്തിൽ അദ്ദേഹം തന്റെ രാജ്യത്തെ ഒറ്റിക്കൊടുത്തു. ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6 വേണ്ടി അദ്ദേഹം ഇരട്ടച്ചാരനായി പ്രവർത്തിച്ചു. റഷ്യയുടെ 100 കണക്കിന് ഏജന്റുമാരുടെ വിവരങ്ങൾ അദ്ദേഹം ബ്രിട്ടനു കൈമാറി. 2004 മോസ്കോയിൽ വെച്ച് പിടിയിലായ അദ്ദേഹത്തിന് രാജ്യം നൽകിയത് മരണശിക്ഷയ്ക്ക് തുല്യമായ തടവറയായിരുന്നു. എന്നാൽ വിധി അദ്ദേഹത്തെ കാത്തുവെച്ചത് മറ്റൊരു വഴിക്കാണ്. 2010 വിയന്നയുടെ തണുത്ത റൺവേയിൽ വെച്ച് നടന്ന ഒരു ചരിത്രപരമായ ചാരക്കൈമാറ്റത്തിലൂടെ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. ബ്രിട്ടൻ അദ്ദേഹത്തിന് സാലിസ്ബറിയിൽ ഒരു പുതിയ ജീവിതം നൽകി. മകൾ യുലിയയ്ക്കൊപ്പം അദ്ദേഹം അവിടെ സമാധാനമായി ജീവിച്ചു. താൻ സുരക്ഷിതനാണെന്നും റഷ്യ തന്നെ മറന്നുവെന്നും സ്ക്രിപാൽ വിശ്വസിച്ചു. എന്നാൽ വ്ളാഡിമിർ പുടിന്റെ റഷ്യ ഒരൊറ്റുകാരനെയും വെറുതെ വിടാറില്ലായിരുന്നു. സാലിസ്ബറിയിലെ ആ ശാന്തമായ വീട് വൈകാതെ ഒരു മരണമുറിയായി മാറാൻ പോകുകയായിരുന്നു. 2018 മാർച്ച് 2 മോസ്കോയിലെ ഷെരമെട്ടീവോ വിമാനത്താവളത്തിൽ നിന്നും എയ്റോഫ്ലോട്ട് വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു. അതിൽ അലക്സാണ്ടർ പെട്രോവ്, റുസ്ലാൻ ബോഷിറോവ് എന്നീ വ്യാജപേരുകളിൽ 2 മനുഷ്യരുണ്ടായിരുന്നു. അവർ സത്യത്തിൽ അനാട്ടോളി ചെപ്പികയും അലക്സാണ്ടർ മിഷ്കിനുമായിരുന്നു, GRUവിലെ ഏറ്റവും മികച്ച ഘാതകർ. അവർ കൊണ്ടുവന്നത് നോവിചോക്ക് എന്ന നെർവ് ഏജന്റായിരുന്നു. സോവിയറ്റ് കാലത്ത് വികസിപ്പിച്ചെടുത്ത ഈ വിഷം ഒരു തുള്ളികൊണ്ട് ഒരു നഗരത്തെ മുഴുവൻ നിശബ്ദമാക്കാൻ ശേഷിയുള്ളതാണ്. ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലിറങ്ങിയ അവർ നിശബ്ദരായി തങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. അവരുടെ കണ്ണുകളിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രാത്രി ലണ്ടനിലെ ഒരു കൊച്ചു ഹോട്ടൽ മുറിയിൽ വെച്ച് അവർ മരണത്തിന്റെ ആ പെർഫ്യൂം കുപ്പി സജ്ജീകരിച്ചു. നീന റിച്ചി എന്ന ബ്രാൻഡിന്റെ കുപ്പിക്കുള്ളിൽ സുതാര്യമായ മരണമായി നോവിചോക്ക് നിറഞ്ഞുനിന്നു. മാർച്ച് 3 ശനിയാഴ്ച. കൊലപാതകത്തിനു മുൻപ് സ്ഥലം പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. ലണ്ടനിലെ വാട്ടർലൂ സ്റ്റേഷനിൽ നിന്നും അവർ സാലിസ്ബറിയിലേക്ക് ട്രെയിൻ കയറി. CCTV ക്യാമറകൾ അവരുടെ ഓരോ ചലനവും ഒപ്പിയെടുത്തു. സാലിസ്ബറിയിലെ തണുത്ത തെരുവിലൂടെ അവർ നടന്നു. സെർജി സ്ക്രിപാലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ക്രിസ്റ്റി മില്ലർ റോഡ് അവർ കൃത്യമായി നിരീക്ഷിച്ചു. ആ വീടിന്റെ ഡോർ ഹാൻഡിലുകൾ, നിരീക്ഷണ ക്യാമറകൾ, അയൽവാസികളുടെ സാന്നിധ്യം എല്ലാം അവർ മനഃപ്പാഠമാക്കി. അന്ന് കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. ആരും അവരെ ശ്രദ്ധിച്ചില്ല. മടങ്ങുന്ന വഴിക്ക് അവർ തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാമെന്നുറപ്പിച്ചു. വൈകുന്നേരത്തോടെ അവർ ലണ്ടനിൽ മടങ്ങിയെത്തി. രാത്രിയിൽ അവർ തങ്ങളുടെ വസ്ത്രങ്ങളും ഉപകരണങ്ങളും പരിശോധിച്ചു. അടുത്ത ദിവസം അവർ നടത്താൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാസായുധ ആക്രമണമായിരുന്നു. മാർച്ച് 4 ഞായറാഴ്ച. സാലിസ്ബറി നഗരം ഒരവധി ദിവസത്തിന്റെ ആലസ്യത്തിലായിരുന്നു. രാവിലെ തന്നെ ഏജന്റുമാർ ട്രെയിൻ മാർഗം വീണ്ടും സാലിസ്ബറിയിലെത്തി. ഇത്തവണ അവർ നേരെ പോയത് സ്ക്രിപാലിന്റെ വീടിനു മുന്നിലേക്കായിരുന്നു. അവിടെ വെച്ചവർ കൈവശമുണ്ടായിരുന്ന സ്പ്രേ കുപ്പി ഉപയോഗിച്ച് ആ വീടിന്റെ മുൻവാതിലിലെ ഡോർ ഹാൻഡിലിൽ നോവിചോക്ക് പുരട്ടി. അത് അതീവ മാരകമായ ഒരു ജെൽ രൂപത്തിലായിരുന്നു. വാതിൽ തുറക്കാൻ കൈവയ്ക്കുന്ന നിമിഷം അത് ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ തകർക്കാൻ തുടങ്ങും. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം അവർ ഒട്ടും വൈകാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി. CCTV ക്യാമറകളിൽ അവർ ചിരിച്ചുകൊണ്ട് നടന്നുപോകുന്നത് കാണാം. തങ്ങളുടെ ദൗത്യം വിജയകരമായി എന്നവർ വിശ്വസിച്ചു. അന്ന് രാത്രി തന്നെ അവർ ഹീത്രോ വിമാനത്താവളം വഴി മോസ്കോയിലേക്ക് തിരിച്ചുപോയി. അവർ പറന്നുയരുമ്പോൾ സാലിസ്ബറിയിൽ മരണം അതിന്റെ ഇരകളെ പിടിക്കുവാൻ തുടങ്ങിയിരുന്നു. മുന്നോട്ടു പോകും മുന്നേ ഒരു അപേക്ഷയാണ്. നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സെർജി സ്ക്രിപാലും മകൾ യൂലിയയും അന്ന് പുറത്ത് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു.
വീട്ടിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി സെർജി ഡോർ ഹാൻഡിലിൽ സ്പർശിച്ച നിമിഷം ആ അദൃശ്യ വിഷം അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തി. പിന്നീടവർ നഗരത്തിലെ ഒരു പബ്ബിലും റെസ്റ്റോറന്റിലും പോയി. ഭക്ഷണത്തിനിടയിൽ വിഷം അദ്ദേഹത്തിന്റെ രക്തത്തിൽ പടർന്നു. ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ അവർ പാർക്കിലെ ഒരു ബെഞ്ചിലിരുന്നു. പെട്ടെന്ന് സെർജിയുടെ കാഴ്ച മങ്ങി. ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. ബോധരഹിതനായി. വിചിത്രമായ രീതിയിൽ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെയിരുന്നു. യൂറിയയും അദ്ദേഹത്തിന്റെ തോളിലേക്ക് ചാഞ്ഞു. നാട്ടുകാർ അവരെ ആശുപത്രിയിലെത്തിച്ചു. പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. എന്നാൽ ബ്രിട്ടനിലെ സൈനിക ലാബിലെ ശാസ്ത്രജ്ഞരെത്തി പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അത് നോവിച്ചോക്കായിരുന്നു. ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ രാസവാതകം. ആശുപത്രിയിൽ മരണത്തോടു മല്ലിടുന്ന സെർജി സ്ക്രിപാലിന്റെയും യൂലിയയുടെയും രക്തസാമ്പിളുകൾ അതീവ രഹസ്യമായി ബ്രിട്ടന്റെ പ്രതിരോധ ലബോറട്ടറിയായ പോർട്ടൺ ടൗണിലേക്കെത്തിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച കെമിക്കൽ വിദഗ്ധർ അവിടെ തടിച്ചുകൂടി. മണിക്കൂറുകൾ നീണ്ട നിശബ്ദമായ പരിശോധനകൾക്കൊടുവിൽ അവർ ഞെട്ടിക്കുന്ന ആ സത്യം തിരിച്ചറിഞ്ഞു. അതൊരു സാധാരണ വിഷമായിരുന്നില്ല. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ അതീവ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത നോവിച്ചോക്ക് എന്ന നെർവ് ഏജന്റായിരുന്നു അത്. ഈ രാസവസ്തുവിന്റെ പ്രത്യേകത ഇത് കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവർക്ക് മാത്രമേ കഴിയൂ എന്നതാണ്. വെറുമൊരു തുള്ളികൊണ്ട് ആയിരങ്ങളെ കൊന്നൊടുക്കാൻ ശേഷിയുള്ള ഈ വിഷം ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു നഗരത്തിന്റെ മണ്ണിലെത്തിയത് ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ കണ്ടത്. സാലിസ്ബറി നഗരം പെട്ടെന്ന് തന്നെ സീല് ചെയ്യപ്പെട്ടു. ഹെസ്മെറ്റ് സ്യൂട്ടുകൾ ധരിച്ച സൈനികർ പാർക്കിലെ ബെഞ്ചുകൾ മുതൽ സ്ക്രിപാൽ ഭക്ഷണം കഴിച്ച റെസ്റ്റോറന്റ് വരെ അണുവിമുക്തമാക്കാൻ തുടങ്ങി. സമാധാനപ്രിയരായ സാലിസ്ബറി നിവാസികൾ തങ്ങളുടെ നഗരം ഒരു സൈനിക താവളമായി മാറുന്നത് ഭീതിയോടെ നോക്കി നിന്നു. അന്വേഷണം പുരോഗമിക്കവേ സ്കോട്ട്ലൻഡ് യാർഡ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി കണ്ടെത്തി. പെട്രോവിനും ബോഷിറോവിനും പുറമെ മൂന്നാമതൊരു ഏജന്റ് കൂടി ഈ ഓപ്പറേഷനിൽ പങ്കാളിയായിരുന്നു. സെർജി ഫെഡറ്റോവ് എന്ന വ്യാജ പേരിലെത്തിയ ഇയാൾ സത്യത്തിൽ ഡെനിസ് സെർജിയവ് എന്ന ഉയർന്ന റാങ്കിലുള്ള GRU ഉദ്യോഗസ്ഥനായിരുന്നു. ലണ്ടനിലെ ഒരു ഹോട്ടലിലിരുന്ന് ഓപ്പറേഷന്റെ ഓരോ ചലനവും നിയന്ത്രിച്ചിരുന്നത് ഇയാളായിരുന്നു. കൊലയാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പ്ലാൻ ബി തയ്യാറാക്കുന്നതിനും ഇയാൾ നേതൃത്വം നൽകി. ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ മോസ്കോയിലെ ഉന്നത സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി തെളിഞ്ഞു. ഇതോടെ ഇതൊരു ഒറ്റപ്പെട്ട കൊലപാതക ശ്രമമല്ലെന്നും റഷ്യൻ ഭരണകൂടം നേരിട്ട് പ്ലാൻ ചെയ്ത ഒരു മിലിറ്ററി ഓപ്പറേഷനാണെന്നും ബ്രിട്ടൻ ഉറപ്പായി. ഈ മൂന്നാം ഏജന്റിന്റെ സാന്നിധ്യം അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ലണ്ടനിലെ സിറ്റി സ്റ്റേ ഹോട്ടലിലെ 247 നമ്പർ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധന ചാരപ്പണിയുടെ ക്രൂരമായ മുഖം തുറന്നുകാട്ടി. ഏജന്റുമാർ താമസിച്ചിരുന്ന ഈ ചെറിയ മുറിയിൽ അവർ നോവിച്ചോക്ക് കുപ്പി സൂക്ഷിച്ചിരുന്നതായും അത് സ്പ്രേ രൂപത്തിൽ മാറ്റാൻ ശ്രമിച്ചതായും ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു. ഹോട്ടൽ മുറിയിലെ കട്ടിലിലും തറയിലും പോലും വിഷത്തിന്റെ അംശങ്ങൾ കണ്ടെത്തി. നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ ഇത്രയും മാരകമായ ഒരു രാസായുധം ഇവർ തുറന്നുവച്ചത് റഷ്യൻ ഏജന്റുമാർക്ക് സാധാരണക്കാരുടെ ജീവനിൽ യാതൊരു വിലയുമില്ല എന്നതിന്റെ തെളിവായി മാറി. ഒരു ചെറിയ ചോർച്ച പോലും ലണ്ടനിലെ ആ ഹോട്ടലിനെ ഒരു ശ്മശാനമാക്കി മാറ്റാൻ പര്യാപ്തമായിരുന്നു. ഈ തെളിവുകൾ ലഭിച്ചതോടെ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞർ ലോകരാജ്യങ്ങളെ റഷ്യക്കെതിരെ അണിനിരത്തി. സെർജി സ്ക്രിപാലിനെ എന്തിനാണ് റഷ്യ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി അന്വേഷകർ അദ്ദേഹത്തിന്റെ പഴയ ജീവിതത്തിലേക്ക് ഊളിയെടുത്തു. 1990കളിൽ അദ്ദേഹം ചോർത്തി നൽകിയ വിവരങ്ങൾ റഷ്യൻ ചാരശൃംഖലയെ വൻതോതിൽ തകർത്തിരുന്നു. സ്പെയിനിലും പോർച്ചുഗലിലും പ്രവർത്തിച്ചിരുന്ന റഷ്യൻ ഏജന്റുമാരെ പിടികൂടാൻ ബ്രിട്ടീഷ് ഇന്റലിജൻസിനെ സഹായിച്ചത് സ്ക്രിപാലായിരുന്നു. പുടിൻ അധികാരമേറ്റ ശേഷം പഴയ ഒറ്റക്കാരെ വേട്ടയാടാൻ തുടങ്ങിയതിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം. യൂലിയ മോസ്കോയിൽ നിന്നും സാലിസ്ബറിയിലേക്ക് വരുന്നത് നോക്കിയാണ് ഏജന്റുമാർ ഈ സമയം തിരഞ്ഞെടുത്തത്. മകളുടെ സന്ദർശനം സ്ക്രിപാലിന്റെ ശ്രദ്ധ മാറ്റും, ആ സമയത്ത് ആക്രമിച്ചാൽ പിടിക്കപ്പെടില്ല എന്നും അവർ കണക്കുകൂട്ടി. ഇരട്ടച്ചാരന്റെ ലോകം ഒരിക്കലും സുരക്ഷിതമല്ല എന്ന ക്രൂരസത്യം ഈ ഓപ്പറേഷനിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ലോകത്തെ ഞെട്ടിച്ചു. റഷ്യൻ ഭരണകൂടം നേരിട്ട് നടത്തിയ ആക്രമണമാണിത് എന്ന് അവർ തുറന്നടിച്ചു. ഇതിനെ തുടർന്ന് ലോകചരിത്രത്തിൽ മുമ്പൊരിക്കലുമില്ലാത്ത വിധം റഷ്യൻ നയതന്ത്ര പ്രതിനിധികളെ വിവിധ രാജ്യങ്ങൾ പുറത്താക്കി. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി 20-ലധികം രാജ്യങ്ങൾ ബ്രിട്ടന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തീരുമാനിച്ചു. എന്നാൽ മോസ്കോ ഇതിനെല്ലാം പുച്ഛിച്ചു തള്ളി.
ഇതൊരു കെട്ടിച്ചമച്ച കഥയാണെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതോടെ ശീതയുദ്ധത്തിനു ശേഷം ലോകം വീണ്ടും 2 ധ്രുവങ്ങളായി തിരിഞ്ഞു. സാലിസ്ബറിയിലെ ആ കൊച്ചുവീടിന്റെ ഹാൻഡിലിൽ പുരട്ടിയ വിഷം ലോകപ്രരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. സാലിസ്ബറിയിലെ തെരുവുകളിൽ നിന്നും വിഷാംശം നീക്കം ചെയ്യപ്പെട്ടിരിക്കാം, പക്ഷേ ആധുനിക ലോകത്തിന് അതു നൽകിയ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ഈ ഓപ്പറേഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു പുതിയ തരം യുദ്ധമുറയെക്കുറിച്ചാണ്. ഇവിടെ അതിരുകളില്ല, സൈന്യങ്ങളില്ല, വെടിയൊച്ചകളില്ല. പകരം ഒരു പെർഫ്യൂം കുപ്പിയിലോ ഒരു ഡോർ ഹാൻഡിലിലോ അല്ലെങ്കിൽ ഒരു കപ്പ് ചായയിലോ ഒളിപ്പിച്ചു വയ്ക്കാവുന്ന മരണമാണ് ആയുധം. വിരോധാഭാസമെന്നു പറയട്ടെ, അലക്സാണ്ടർ മിഷ്കിനും അനറ്റോളി ചെപ്പികയും ഇന്നും മോസ്കോയിലെ തിരക്കുകൾക്കിടയിൽ എവിടെയോ ജീവിക്കുന്നുണ്ടാകാം. ഒരുപക്ഷേ പുതിയ വേഷങ്ങളിൽ, പുതിയ പേരുകളിൽ മറ്റൊരിരയെ തേടി അവർ യാത്ര തുടങ്ങിയിട്ടുണ്ടാകാം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇന്റലിജൻസ് ഏജൻസികൾ പോലും പരാജയപ്പെടുന്നിടത്ത് സാങ്കേതികവിദ്യയും ഡിജിറ്റൽ തെളിവുകളും മാത്രമാണ് ഇന്ന് നീതിയുടെ അവസാന പ്രതീക്ഷ. നിഗൂഢമായ ഈ ചാരലോകത്തൊരു പഴയ ചൊല്ലുണ്ട്: ഒരിക്കലൊരു ചാരനായാൽ മരണം വരെ നീയൊരു ചാരൻ തന്നെയായിരിക്കും. സെർജി സ്ക്രിപ്പാലിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ എത്ര ദൂരേക്ക് ഓടിയാലും, എത്ര വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ ഒളിച്ചാലും നിഴലുകൾക്ക് നിങ്ങളെ പിന്തുടരാൻ വെറുമൊരു നിമിഷം മതി. സാലിസ്ബറിയിലെ ആ ശാന്തമായ വൈകുന്നേരം ലോകത്തിനു നൽകിയ സന്ദേശവും അതുതന്നെ. സുരക്ഷിതമെന്ന് നിങ്ങൾ കരുതുന്ന ഓരോ ഇടവും ഒരുപക്ഷേ അടുത്ത വേട്ടയാടലിന്റെ വേദിയായേക്കാം. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടാതെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി പങ്കുവെക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.